ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫുഫുമാഷ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ത്രൂ ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് വരാനുള്ള ഒരു ചാനലാണ്. എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു ചാനൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഈ ഒരു അക്കാദമിക് ഇയറിൽ നമുക്ക് ഇതും ഒരു 100K എത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്ൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ +1 SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ വരുന്ന മെയ് 15 നിങ്ങളുടെ റിസൾട്ടാണ്. ഏകദേശം വൈകുന്നേരം ഒരു 3 മണി 4 മണിയോട് നിങ്ങൾക്ക് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനുള്ള കുറച്ച് സൈറ്റുകളും അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളുമാണ്. ഇവിടെ നമുക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കാത്തിരിപ്പിന് വരാമിട്ടാണ് ഈ വരുന്ന 15 വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 3 മണി 4 മണിയോടുകൂടി റിസൾട്ടുകൾ വരുന്നത്. വെബ്സൈറ്റുകൾ വഴിയും മൊബൈൽ ആപ്പുകൾ വഴിയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റിസൾട്ടുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഫലത്തോടൊപ്പം തന്നെ THSSLC അതായത് THSSLC എന്ന് പറയുന്ന കുട്ടികൾ, അതേ എക്സാം എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവിടേക്ക് ഫലങ്ങൾ അന്ന് തന്നെ വരുന്നതാണ്. വിജയികൾക്ക് ഉപരിപഠനത്തിലുള്ള +1 പ്രവേശന നടപടികൾ മെയ് അവസാന വാരത്തോടെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് മെയ് ലാസ്റ്റിലേക്കാണ് നമ്മുടെ എന്ത് വരിക, നിങ്ങളുടെ +1 അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരിക. അത് നിർബന്ധമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനുമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. പിന്നെ കുറച്ച് ഫലമായിട്ടുള്ള പോർട്ടലുകൾ കാണിച്ചു തരാം, അതായത് വെബ്സൈറ്റുകൾ. ഇത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്താൽ അവിടെ ഡയറക്റ്റായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈറ്റിലേക്ക് എത്താൻ പറ്റും. ഒന്നാമത്തത് results.kite.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. രണ്ടാമത്തത് prd.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. മൂന്നാമത് examresults.kerala.gov.in ആണ്. പിന്നെ kerala-result.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റുകളാണ്. PRD ലൈവ്, സഫലം, നമ്മുടെ കേരളം എന്നീ മൊബൈൽ ആപ്പുകളുടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫലം പരിശോധിക്കാം. സഫലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. പരീക്ഷാഫലം അറിയാം, രജിസ്ട്രേഷൻ നമ്പറും ജനതീയതിയും അത്യാവശ്യമാണ് കേട്ടോ. അത്യാവശ്യമല്ല, ആവശ്യം തന്നെയാണ്. ഇത് രണ്ടും അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസൾട്ടുകൾ അറിയുന്നത്. സോ മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ SSLC റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ. തുടർന്ന് നിങ്ങൾക്ക് അടുത്തത് എന്ത് വീഡിയോ വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. മീ ഷാഹിദ് റംസാൻ ഫ്രം ഫുഫുമാഷ്. ബൈ.